അടുത്ത നമ്മുടെ ടോപ്പിക് റോൾ ഓഫ് മാനേജർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ മാനേജറിന്റെ റോൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. മാനേജർ ഈസ് എ പേഴ്സൺ ഹു മാനേജസ് ബിസിനസ് ഓർ മാനേജസ് ഓർഗനൈസേഷൻ. മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക, കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക ചെയ്യുന്ന ആളാണ് മാനേജർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഓർഗനൈസേഷന്റെ എന്തൊക്കെ റോളാണ് അദ്ദേഹത്തിനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് റോൾ ഉണ്ടാവും ലൈഫിൽ. അതായത് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, അതേപോലെ തന്നെ നിങ്ങളൊരു മകളാണ്, അതേപോലെ അനിയത്തിയാവാം, ചേച്ചിയാവാം, അങ്ങനെ ഒരുപാട് റോൾ നിങ്ങൾ വഹിക്കുന്നുണ്ട്. അതേപോലെ ഒരു ഓർഗനൈസേഷനിൽ മാനേജറിനും കുറേ റോളുണ്ട്. ആ റോൾസിനെ മൊത്തമായിട്ട് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇന്റർപേഴ്സണൽ റോള്, ഇൻഫർമേഷണൽ റോൾ ആൻഡ് ഡിസിഷണൽ റോള്. ഇങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഇങ്ങനെ ഈ മൂന്ന് റോള് കൊണ്ടുവന്നത് മിൻസ്ബർഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ മാനേജേഴ്സ് റോള് ഈ മൂന്ന് റോള് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മിൻസ്ബർഗിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇത്. അതിൽ ആദ്യത്തെ ഇന്റർപേഴ്സണൽ റോളിൽ വരുന്നത്, ഇന്റർപേഴ്സണൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ എ മാനേജർ ഇന്ററാക്ട് വിത്ത് അതർ പേഴ്സൺ. എങ്ങനെയാണ് ഒരു മാനേജർ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇടപഴകുന്നത്. അതിൽ അദ്ദേഹത്തിന് എന്തൊക്കെ റോളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ഫിഗർ ഹെഡ് റോള്. ഫിഗർ ഹെഡ് റോൾ, അതായത് ഒരു വീട്ടിലെ കാരണങ്ങൾ എന്ന് പറയുന്നത് അച്ഛനായിരിക്കും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും ചെയ്യുന്നതും. അതേപോലെ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഫ്രണ്ട് പേഴ്സൺ അല്ലെങ്കിൽ ഫ്രണ്ട് മാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തലവൻ എന്ന് പറയുന്നത് അത് മാനേജർ ആയിരിക്കും. ഇപ്പൊ ഫിഗർ ഹെഡ് റോളിൽ അദ്ദേഹം ചെയ്യുന്നത് റുട്ടീൻ ആയിട്ടുള്ള ഡ്യൂട്ടി ആയിരിക്കും. റുട്ടീൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒന്ന് ഓർഗനൈസേഷന്റെ ലീഗൽ ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യുക, അതേപോലെ തന്നെ ഓർഗനൈസേഷനിൽ ഗസ്റ്റ് വരുമ്പോൾ അവരുമായിട്ട് സംവദിക്കുക അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുക, അവരെ വെൽക്കം ചെയ്യുക. ഇതൊക്കെ അവിടുത്തെ മാനേജർ ആയിരിക്കും ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ ഈ കോളേജിലെ ഫിഗർ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പ്രിൻസിപ്പളാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലീഗൽ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഗസ്റ്റ് വരുമ്പോൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും പ്രിൻസിപ്പളായിരിക്കും. അതേപോലെയാണ് ഒരു ഓർഗനൈസേഷനിൽ മാനേജറാണ് അവിടെയുള്ള ലീഗൽ ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യുന്നതും അതേപോലെ തന്നെ ഗസ്റ്റ് വരുമ്പോൾ അവരെ വെൽക്കം ചെയ്യുക. അങ്ങനെയുള്ള ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റോളാണ് ഈ ഫിഗർ ഹെഡ് റോളിൽ വരുന്നത്. ലീഗൽ നേച്ചറിലുള്ളതും സോഷ്യൽ നേച്ചറിലുള്ളതും. ലീഗൽ നേച്ചർ എന്ന് പറയുന്നത് ലീഗൽ ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യുക. സോഷ്യൽ നേച്ചർ എന്ന് പറയുന്നത് വിസിറ്റേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിഗർ ഹെഡ് റോളിൽ വരുന്നത്. രണ്ടാമത്തേത് ലീഡർഷിപ്പ് റോളാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനാണ് എന്താണ് ഒരു ലീഡർ എന്നുള്ളത്. ഓർഗനൈസേഷനിൽ മാനേജർ ഒരു ലീഡർ ആകുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട കാര്യം ഒന്ന് എംപ്ലോയീസിനെ ഹയർ ചെയ്യുക അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹയർ ചെയ്യുക. അതേപോലെ തന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. അതേപോലെ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ ഇൻസ്പയർ ചെയ്യുക. ഓർഗനൈസേഷന് വേണ്ടി പ്രവർത്തിക്കാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇൻസ്പയർ ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെയാണ് ലീഡർഷിപ്പ് റോളിൽ ചെയ്യുന്നത്. He is responsible for motivation and activation of subordinates. സബോർഡിനേറ്റ്സിനെ എപ്പോഴും ആക്റ്റീവ് ആയിട്ട് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോവുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെയാണ് ലീഡർഷിപ്പ് റോളിൽ ചെയ്യുന്നത്. മൂന്നാമത്തെ റോൾ എന്ന് പറയുന്നത് ലൈസൺ റോളാണ്. ലൈസൺ റോൾ എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഈ സുപ്പീരിയറിന്റെയും അതേപോലെ തന്നെ സബോർഡിനേറ്റിന്റെയും ഇടയിൽ നിൽക്കുന്നത് മാനേജർ ആയിരിക്കും. ടോപ്പ് ലെവൽ പേഴ്സന്റെയും അതേപോലെ തന്നെ ലോവർ ലെവലിലുള്ള ആളുകളുടെയും ഇടയിൽ നിൽക്കുന്നത് ഈ മാനേജർ ആയിരിക്കും. അപ്പൊ ടോപ്പ് ലെവലിൽ തരുന്ന ഇൻഫർമേഷൻസ് വർക്കേഴ്സിന്റെ അടുത്ത് എത്തിക്കുന്നത് മാനേജർ ആയിരിക്കും. അതേപോലെ വർക്കേഴ്സിന്റെ ഫീഡ്ബാക്ക് ടോപ്പ് ലെവലിലേക്ക് എത്തിക്കുന്നത് മാനേജർ ആയിരിക്കും. അങ്ങനെ ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം നന്നായിട്ട് പോകാൻ ഇടയിൽ നിൽക്കുന്ന ആളാണ് മാനേജർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇദ്ദേഹത്തിന് ഔട്ട്സൈഡുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ വേണം, നല്ല കോണ്ടാക്ട് വേണം. അതായത് ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, അതേപോലെ ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റ്, അങ്ങനെയുള്ള ഔട്ട്സൈഡ് കോണ്ടാക്ട് വേണം. ഔട്ട്സൈഡ് എന്നുള്ള ഇൻഫർമേഷൻസ് ഓർഗനൈസേഷനിലേക്ക് എത്തിക്കുന്നത് മാനേജറാണ്. അതാണ് ഈ ലൈസൺ റോള് വരുന്നത്. അതായത് ഔട്ട്സൈഡുമായിട്ട് കോണ്ടാക്ട് വേണം. അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ സപ്ലയറുടെ കയ്യിൽ നിന്ന്, കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന്, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് എല്ലാം ഓർഗനൈസേഷനിലേക്ക് എത്തിക്കുക. അങ്ങനെ അതേപോലെ തന്നെ സുപ്പീരിയറിൽ നിന്നും വർക്കേഴ്സിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുക, വർക്കേഴ്സിന്റെ ഫീഡ്ബാക്ക് സുപ്പീരിയറിലേക്ക് പാസ് ചെയ്യുക. ഇതൊക്കെ ഈ ഇടയിൽ നിൽക്കുന്ന മാനേജറാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് ലൈസൺ റോളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇന്റർപേഴ്സണൽ റോളിൽ മൂന്ന് കാര്യങ്ങളാണ് വരുന്നത്. ഫിഗർ ഹെഡ് റോൾ,
ലീഡർഷിപ്പ് റോൾ ആൻഡ് ലൈസൺ റോള്. ഇനി അടുത്തത് ഇൻഫർമേഷണൽ റോള്. ഇൻഫർമേഷണൽ റോളില് എന്താ അദ്ദേഹം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ കളക്ട് ഇൻഫർമേഷൻ ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ. മാനേജർ എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നു. അതിൽ വരുന്ന 3 റോളുകളാണ് മോണിറ്ററിംഗ് റോള്, ഡിസെമിനേറ്റർ റോള്, അതേപോലെ സ്പോക്ക് പേഴ്സൺ റോള്. അതിൽ മോണിറ്ററിംഗ് റോൾ എന്ന് പറയുന്നത്, മോണിറ്ററിംഗ് റോളിൽ അദ്ദേഹം മാനേജർ ചെയ്യുന്നത് ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുന്നു. ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുക, ഒരു ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യുക, അതായത് റൈറ്റ് സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ സെർച്ച് ചെയ്ത് അതേപോലെ തന്നെ ഇൻഫർമേഷൻ റൈറ്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുകയാണ് മോണിറ്ററിംഗ് റോളിൽ വരുന്നത്. ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുക, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, കളക്ട് ചെയ്യുമ്പോൾ അത് റൈറ്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്റേണൽ ആയിട്ടും ഇൻഫർമേഷൻസ് വേണം, എക്സ്റ്റേണൽ ആയിട്ടും ഇൻഫർമേഷൻസ് വേണം. അപ്പോൾ ഇന്റേണൽ ആയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം, അതേപോലെ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ഇന്റേണൽ സോഴ്സ് പറയുമ്പോൾ അവിടെയുള്ള സുപ്പീരിയറിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം, അതേപോലെ തന്നെ വർക്കേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള ഇൻഫർമേഷൻസും അദ്ദേഹം കളക്ട് ചെയ്യണം. ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെന്റ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, അതേപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിന്റെ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യും. അതാണ് മോണിറ്ററിംഗ് റോളിൽ ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, അതെ ഇവരിപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റ് പ്രിഫർ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അദ്ദേഹം മോണിറ്റർ ചെയ്യണം. അതേപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് എന്ത് പ്ലാനാണ് ഇപ്പോൾ എടുക്കുന്നത്, ആ ഓർഗനൈസേഷന്റെ കോമ്പറ്റീറ്റേഴ്സ് ഇപ്പോൾ എന്ത് പ്ലാനാണ് എടുക്കുന്നത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ്, ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഔട്ട്സൈഡിൽ നിന്ന് കളക്ട് ചെയ്യുക. അപ്പോൾ ഔട്ട്സൈഡിൽ നിന്നും അതേപോലെ തന്നെ അതായത് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യുക, കളക്ട് ചെയ്യുക എന്നുള്ളതാണ് മോണിറ്ററിംഗ് റോളിൽ വരുന്നത്. അങ്ങനെ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ്, അടുത്ത റോള് വരുന്നത് ഡിസെമിനേറ്റർ റോൾ എന്ന് പറയുന്നത്. അങ്ങനെ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസെമിനേറ്റർ റോളിൽ വരുന്നത്. ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ടു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, അതായത് ടു ഇന്റേണൽ പേഴ്സൺസ് ആൻഡ് എക്സ്റ്റേണൽ പേഴ്സൺസ്. അതേപോലെ തന്നെയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ കറക്റ്റ് സമയത്ത് ഇന്റേണൽ ആയിട്ടും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടും ഉള്ള വ്യക്തികൾക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുക. റൈറ്റ് ഇൻഫർമേഷൻ റൈറ്റ് ടൈമിൽ റൈറ്റ് പേഴ്സണെ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡിസെമിനേറ്റർ റോളില് വരുന്നത്. കറക്റ്റ് ഇൻഫർമേഷൻസ് സബോർഡിനേറ്റ്സിന് പാസ് ചെയ്യുക, ഇന്റേണൽ ആയിട്ട് പാസ് ചെയ്യുക, അതായത് വർക്കേഴ്സിന് കറക്റ്റ് ഇൻഫർമേഷൻസ് കൊടുക്കുക, അതേപോലെ തന്നെ ഔട്ട്സൈഡ് പേഴ്സൺസിനും കറക്റ്റ് ഇൻഫർമേഷൻസ് കൊടുക്കുക. പിന്നെ എന്ത് ഇൻഫർമേഷൻ ആണ് കൊടുക്കേണ്ടത്? ഒരു ഓർഗനൈസേഷന്റെ പോളിസീസ്, പ്ലാൻസ് എന്തൊക്കെയാണെന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ അവർ കളക്ട് ചെയ്ത് വെച്ച മോണിറ്ററിംഗ് റോളിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡിസെമിനേറ്റർ റോള് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ്. 2 പാർട്ടീസിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇന്റേണൽ ആയിട്ടുള്ള പേഴ്സൺസ്, അതായത് സബോർഡിനേറ്റ്സിനും സുപ്പീരിയേഴ്സിനും ഇൻഫർമേഷൻ കൊടുക്കണം. ഔട്ട്സൈഡേഴ്സ്, അതായത് ഗവൺമെന്റിന്റേതായിട്ട് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുക. അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും, സപ്ലയേഴ്സിനും ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. മൂന്നാമത്തെ റോൾ എന്ന് പറയുന്നത് സ്പോക്ക് പേഴ്സൺ ആണ്. സ്പോക്ക് പേഴ്സൺ എന്ന് പറയുന്നത് മാനേജർ ആണ് ഒരു ഓർഗനൈസേഷന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ മാനേജർ എന്ത് ചെയ്യണം? ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ഔട്ട്സൈഡ് വേൾഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഔട്ട്സൈഡ് ആളുകളോട് ഓർഗനൈസേഷനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളായിരിക്കണം മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പോക്ക് പേഴ്സൺ എത്രയാണോ മാനേജർ ഓർഗനൈസേഷനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. അതായത് ഓർഗനൈസേഷന്റെ പ്ലാൻസ്, പ്രൊസീജിയർ, അതേപോലെ ഡിസിഷൻസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഔട്ട്സൈഡ് വേൾഡ്, അതായത് സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെന്റ്, അതേപോലെ തന്നെ പബ്ലിക്കിനെല്ലാം അറിയിക്കാനായിട്ട് സാധിക്കണം. അപ്പൊ അത് ചെയ്യുന്നത് അവിടുത്തെ മാനേജറാണ്. ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ അബൌട്ട് കമ്പനി പ്ലാൻസ് എക്സെട്ര. ഇവിടെ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷന്റെ പ്ലാൻസ്, പോളിസീസ്, അതേപോലെ തന്നെ അവരുടെ ഡിസിഷൻസ് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഔട്ട്സൈഡ് വേൾഡിനെ അറിയിക്കുക എന്നുള്ളതാണ് സ്പോക്ക് പേഴ്സൺ ചെയ്യുന്നത്. ഇപ്പോൾ കമ്പനിയുടെ മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ, പൊതുവെ പുറത്ത് മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ കമ്പനിയെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കുക, ഇതൊക്കെയാണ് ഈ സ്പോക്ക് പേഴ്സണിൽ വരുന്നത്. അപ്പൊ ഇൻഫർമേഷൻ റോള് മോണിറ്ററിംഗ് റോൾ, സെർച്ച് ആൻഡ് കളക്ട് ഇൻഫർമേഷൻ, ഡിസെമിനേറ്റർ റോള് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ, സ്പോക്ക് പേഴ്സൺ
ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ അബൌട്ട് കമ്പനി പ്ലാൻസ് ആൻഡ് പോളിസീസ് ടു ഔട്ട്സൈഡേഴ്സ്. ഇനി അടുത്തത് ഡിസിഷണൽ റോൾ ആണ്. Decisional role, decision making. Managers want to take important decision about organization. Important ആയിട്ടുള്ള പല ഡിസിഷൻസും അദ്ദേഹത്തിന് എടുക്കേണ്ടതായിട്ട് വരും. അതിൽ അദ്ദേഹത്തിന് ആദ്യത്തെ റോൾ പറയുന്നത് എന്റർപ്രണർ റോളാണ്. എന്റർപ്രണർ എന്ന് പറയുന്നത് ബിസിനസ് മാൻ ആണ്. എന്റർപ്രണർ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്ന ആളാണ് എന്റർപ്രണർ എന്ന് പറയുന്നത്. അപ്പൊ എന്റർപ്രണർ റോൾ അദ്ദേഹത്തിനുണ്ട്. എന്റർപ്രണർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്രിയേറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റർ ആയിരിക്കണം. അപ്പൊ ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുക, പുതിയ പ്രൊജക്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ ഐഡിയാസ് കണ്ടെത്തുക, അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക, പുതിയ പുതിയ പ്രൊജക്ടുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റർപ്രണർ റോളില് ഒരു മാനേജർ ചെയ്യേണ്ടത്. അടുത്തത് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ. ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ അതായത് ഒരു ഓർഗനൈസേഷനിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വല്ല പ്രശ്നങ്ങളും വരികയാണെങ്കിൽ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന്റെ സ്ട്രൈക്ക് വരാം, അല്ലെങ്കിൽ എംപ്ലോയീസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ സെയിൽസ് ഡിക്ലൈൻ ചെയ്യാം, കുറഞ്ഞു പോവാം. അങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുകയും അതിന് കറക്റ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ റെമഡിയൽ ആക്ഷൻ എടുക്കാനായിട്ട് മാനേജർ ശ്രമിക്കണം, അല്ലെങ്കിൽ മാനേജർക്ക് കഴിയണം. അത് ചെയ്യുന്നത് മാനേജറാണ്. അപ്പൊ ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്ന് പറയുന്നത് വല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ പ്രോബ്ലം ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അത് ഹാൻഡിൽ ചെയ്ത് കറക്റ്റ് ഡിസിഷൻ എടുക്കുക അല്ലെങ്കിൽ റെമഡിയൽ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ റോളില് ഒരു മാനേജർ ചെയ്യുന്നത്. അടുത്തത് റിസോഴ്സ് അലോക്കേറ്റർ. ഒരു ഓർഗനൈസേഷന്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് ഫിസിക്കൽ റിസോഴ്സസും ഉണ്ട്, മോണിറ്ററി റിസോഴ്സസും ഉണ്ട്. അതായത് മെയിൻ മണി, മെഷീൻ, മെറ്റീരിയൽ മുതലായിട്ടുള്ളവയാണ് ഒരു ഓർഗനൈസേഷന്റെ റിസോഴ്സസ്. അത് കറക്റ്റായിട്ട് അവൈലബിൾ ആവുന്നുണ്ട്, അതിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക. ഓർഗനൈസേഷനിൽ എപ്പോഴും സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആണോ എന്ന് നോക്കണം. അത് മാത്രമല്ല അത് കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യണം. കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെ വേസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആവണം, ബെനിഫിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. ബെസ്റ്റ് പോസിബിൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ബെസ്റ്റ് പോസിബിൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ബെനിഫിറ്റ്, മിനിമം വേസ്റ്റ്. അങ്ങനെയായിരിക്കണം റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. അതായത് ഓരോ വ്യക്തിയുടെയും സ്കില്ലിനനുസരിച്ച് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ റിസോഴ്സ് അലോക്കേഷനിൽ അദ്ദേഹം ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. റൈറ്റ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ചെക്ക് ചെയ്യുക, റിസോഴ്സസ് കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുക, അതിന്റെ ബെസ്റ്റ് പോസിബിൾ യൂട്ടിലൈസേഷൻ ഉറപ്പുവരുത്തുക, മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക, വേസ്റ്റേജ് എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് റിസോഴ്സ് അലോക്കേഷനിൽ ചെയ്യുന്നത്. അടുത്തത് നെഗോസിയേഷൻ. നെഗോസിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ബാർഗൈനിങ് അങ്ങനെയുള്ള ഒരു വേർഡാണ് നെഗോസിയേഷനിൽ വരുന്നത്. അപ്പൊ ഈ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നെഗോസിയേഷൻ ചെയ്യേണ്ടത് മാനേജറാണ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു വ്യക്തി ഒരു കാൻഡിഡേറ്റ് ഇന്റർവ്യൂവിന് വന്നിട്ട് അദ്ദേഹം ഒരു 25,000 രൂപ സാലറി ചോദിക്കുന്നുണ്ട്. 25,000 രൂപ സാലറി കൊടുക്കാനായിട്ട് ഓർഗനൈസേഷന് പറ്റില്ല. അപ്പൊ ഒരു മാനേജർ എന്ത് ചെയ്യണം? അദ്ദേഹവുമായി സംസാരിച്ച് കമ്പനിക്കും അതേപോലെ തന്നെ ആ എംപ്ലോയിക്കും നഷ്ടം വരാത്ത രീതിയിൽ ഒരു സാലറി ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അടുത്തത് ഒരു സപ്ലയർ ഒരു വില പറഞ്ഞു, പക്ഷെ ആ വിലയ്ക്ക് നമുക്ക് മെറ്റീരിയൽ വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ മാനേജർ എന്ത് ചെയ്യണം? സപ്ലയർക്കും ഓർഗനൈസേഷനും നഷ്ടം വരാത്ത രീതിയിൽ ഒരു വില ഫിക്സ് ചെയ്ത് അത് അദ്ദേഹത്തിനെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഒരു വിലയ്ക്ക് മെറ്റീരിയൽ വാങ്ങിക്കാനായിട്ട് നോക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഈ നെഗോസിയേറ്റർ എന്നുള്ള റോളിൽ വരുന്നത്. അപ്പോൾ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ നെഗോസിയേഷൻ ഓൺ ബിഹാഫ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ റെപ്രസെന്റ് ചെയ്ത് നെഗോസിയേഷനിൽ പങ്കെടുക്കേണ്ടത് മാനേജറാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇന്റർപേഴ്സണൽ റോള്, ഇൻഫർമേഷണൽ റോള്, ഡിസിഷണൽ റോള്. ഇത്രയുമാണ് ഒരു ഓർഗനൈസേഷനിലെ 10 റോളാണ് ഒരു മാനേജർ വഹിക്കുന്നത്.